എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഒരു പായസമാണ് ചെയ്യുന്നത്. പഴം വെച്ചിട്ട് പഴം പ്രഥമനാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പ്രഥമൻ റെഡിയാക്കി എടുക്കാം. സാധാരണ നമ്മൾ പ്രഥമനൊക്കെ ചെയ്യുന്ന പോലെ ഒത്തിരി നേരം വഴറ്റണ്ട, അതേപോലെ തേങ്ങാപ്പാൽ എടുക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കാൻ മറക്കരുത്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ട്രൈ ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ റെസിപ്പി വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് പഴം പ്രഥമൻ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യമേ ഒന്ന് വറുത്ത് മാറ്റി വെക്കാനുണ്ട്. അതിനായിട്ട് ഞാൻ സ്റ്റൗ ഓണാക്കി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. നെയ്യിൻ്റെ അളവ് നിങ്ങൾക്ക് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. അപ്പോൾ നെയ്യൊന്ന് മെൽട്ടായിട്ട് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഞാൻ ഒരു അരമുറി നാളികേരത്തിൻ്റെ പകുതി ഇതേപോലെ ചെറിയ ചെറിയ പീസസ് ആക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് തേങ്ങ മാത്രമേ വറുത്തിടുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പും കിസ്മിസൊക്കെ വറുത്തിടാം. ഞാനിപ്പോൾ ഇത് മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നെയ്യ് ഇവിടെ മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ വളരെ ചെറിയ കഷ്ണങ്ങളാക്കിയാണ് നുറുക്കിയെടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ അത് വല്ലാതെ കരിഞ്ഞു പോകരുത്. ചെറുതായിട്ടൊന്ന് കളർ മാറി വന്നാൽ മതി. ചെറുതായിട്ടൊന്ന് കളർ മാറി വരുമ്പോൾ തന്നെ നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. കാരണം ഇത് ചൂടത്ത് ഇരുന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഫ്രൈ ആയിട്ട് വരും. അപ്പോൾ വല്ലാതെ കളർ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ കരിഞ്ഞ പോലെയായി പോകും. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു പാകത്തിന് ഞാൻ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ 2 നല്ല പഴുത്ത ഏത്തപ്പഴമാണ് ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് ഒരു പഴത്തിന് ഒരു 4 കഷ്ണാക്കി നുറുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഴം എടുക്കുമ്പോൾ എപ്പോഴും നന്നായിട്ട് പഴുത്ത പഴം തന്നെ എടുക്കുക. ഈ തോല് കറുത്തിട്ടുള്ള പഴമായാലും നല്ലതായിരിക്കും. നമുക്ക് പെട്ടെന്ന് കുക്കായി കിട്ടുകയും ചെയ്യും, നല്ല ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ പഴുത്ത പഴം നോക്കി എടുക്കാം കേട്ടോ. പിന്നെ ഈ പഴത്തിൻ്റെ ഉള്ളിൽ ഒരു കറുത്ത നാര് പോലെ ഉണ്ടാവുമല്ലോ, അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കളഞ്ഞെടുക്കാം. ഞാനിപ്പോൾ അത് കളഞ്ഞിട്ടൊന്നുമില്ല, പഴം ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിതൊരു കുക്കറിലാണിത് കുക്ക് ചെയ്ത് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ പഴുത്ത പഴമാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഉടഞ്ഞ് കിട്ടും. അപ്പോൾ ഇതാ ഞാനിവിടെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ശർക്കരപ്പാനി ചേർക്കണം. ഞാനിവിടെ 3 കട്ട ശർക്കര 1 കപ്പ് വെള്ളത്തിൽ പാനിയാക്കി അരിച്ചെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ മുഴുവനും ഇതിനകത്തേക്ക് ചേർക്കുന്നില്ല. ആദ്യം നമുക്കൊരു 1/2 കപ്പ് ചേർത്ത് നോക്കാം. പിന്നീട് മധുരം നോക്കിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഒരു 1/2 കപ്പ് ശർക്കരപ്പാനി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. അപ്പോൾ നെയ്യിൻ്റെ അളവ് നിങ്ങൾക്ക് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ച് വിസിലിട്ടതിന് ശേഷം സ്റ്റൗ ഓണാക്കി കൊടുക്കാം. സ്റ്റൗ ഓണാക്കിയിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടത് 2 അല്ലെങ്കിൽ ഒരു 3 വിസിലിന് വേവിച്ചെടുക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമില്ല, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 വിസിലിനത് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതവിടെ 2 വിസിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കംപ്ലീറ്റ് പ്രഷർ പോയതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ ഇതിൻ്റെ കംപ്ലീറ്റ് പ്രഷറൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുക്കർ തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ പഴമൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് അരച്ചൊന്നും എടുക്കുന്നില്ല, ഈ തവി വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും ഉടഞ്ഞിരിക്കുകയാണ്. അതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ ഇതാ ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ പ്രഥമനാണല്ലോ തയ്യാറാക്കുന്നത്, അതുകൊണ്ട് നമുക്ക് തേങ്ങാപ്പാൽ എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഈ ഒരു ടേബിൾ സ്പൂണിൻ്റെ അളവിന് ഒരു 10 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാലിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. നമുക്ക് മാഗിയുടെ ഒക്കെ കോക്കനട്ട് മിൽക്ക് പൗഡർ മേടിക്കാൻ കിട്ടുമല്ലോ, അതൊരു 10 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ തയ്യാറാക്കുന്നത് 2ാം പാലാണ്. അതിന് വേണ്ടിയിട്ടാണ് 10 ടേബിൾ സ്പൂൺ ചേർത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് 2 കപ്പ് നല്ല തിളച്ച ചൂടുവെള്ളം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ വേണം നമുക്ക് ഇത് തേങ്ങാപ്പാലാക്കി എടുക്കാൻ കേട്ടോ. അപ്പോൾ അതാ ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലിടാം. അപ്പോൾ ഈ സമയത്ത് ഇതിൻ്റെ മധുരം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കുറവാണെന്നുണ്ടെങ്കിൽ ബാക്കി ഇരിക്കുന്ന ശർക്കരപ്പാനിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ നോക്കുമ്പോൾ മധുരം കുറവാണ്, അതുകൊണ്ട് ഞാൻ ബാക്കി ഇരിക്കുന്ന ശർക്കരപ്പാനി മുഴുവനും ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ
ഏലക്ക ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏലക്കയുടെ പൊടിയായാലും ചേർത്ത് കൊടുക്കാം, നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനൊരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കിടന്നിട്ട് ഒന്ന് കുറുകി വരട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് കുറുകി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട ഒന്നാം പാൽ ഒന്ന് റെഡിയാക്കി വെക്കാം. അപ്പോൾ ഒന്നാം പാൽ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാലിൻ്റെ പൊടി ചേർക്കുന്നുണ്ട്. എന്നതിന് ശേഷം ഇതിലേക്കൊരു 1/4 കപ്പും ഒരു 2 ടേബിൾ സ്പൂൺ നല്ല തിളച്ച വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഒന്നാം പാലായതുകൊണ്ട് വല്ലാതെ ലൂസായി പോകേണ്ട ആവശ്യമില്ല, ചെറിയൊരു തിക്നെസ്സിൽ വേണം കലക്കിയെടുക്കാൻ. അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ അതാ നമ്മുടെ പായസം ഇവിടെ ഏകദേശം കുറുകി വരുന്നുണ്ട്. അപ്പോൾ നമ്മളിത് വല്ലാതെ കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല, കാരണം ശർക്കരയും പഴമൊക്കെ ആയതുകൊണ്ട് കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ വല്ലാതെ കട്ടിയായി പോവും. അപ്പോൾ ഈ ഒരു കുറുകലിൽ ഇതിനകത്തേക്ക് നമുക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം. ഒന്നാം പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇത് തിളയ്ക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചൂടായി വന്നാൽ മതി. അപ്പോൾ അതവിടെ ചെറുതായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങ കഷ്ണങ്ങളുണ്ടല്ലോ, അത് ആ നെയ്യോട് കൂടി തന്നെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന പഴം പ്രഥമൻ. അപ്പോൾ ഇത് വല്ലാതെ തിക്കായിട്ട് നമ്മളിത് എടുക്കരുത്, കാരണം അത് ഇരിക്കും തോറും ഒന്നും കൂടി കട്ടി കൂടും. അപ്പോൾ ചെറിയൊരു ലൂസിൽ വേണം നമ്മളിത് ഓഫ് ചെയ്ത് വെക്കാൻ. ഇത് ഇരുന്ന് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് കട്ടിയായിട്ട് വരും. അപ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു പാകത്തിന് കിട്ടും. അപ്പോൾ നിങ്ങളിത് എടുക്കുന്ന സമയത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ആരും പറയില്ല തേങ്ങാപ്പാലിൻ്റെ പൊടി വെച്ചിട്ടുണ്ടാക്കിയ പഴം പ്രഥമനാണെന്ന്. അപ്പോൾ ഈ രീതിയിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്